തീരുമാനങ്ങളും കോടതി വിധികളും ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെയും ഭരണഘടനാ പവിത്രതയെയും എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കേരള രാഷ്ട്രീയം ഇന്ന് കടന്നു പോകുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളും അതിന്മേൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച പുതിയ ഉത്തരവും കേവലം ഒരു പ്രാദേശിക ഭരണകൂടത്തിലെ തർക്കമല്ല, മറിച്ച് രാജ്യത്തെ നിയമവാഴ്ചയുടെ കൃത്യമായ അതിർവരമ്പുകൾ വ്യക്തമാക്കുന്ന ഒന്നാണ്. ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ അധികാരമേൽക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങളും അവയുടെ ലംഘനങ്ങളും ഇവിടെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് നിയമപരമായ ചട്ടക്കൂടുകൾ ലംഘിച്ചു എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ദൈവങ്ങളുടെയും സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റ നടപടി നിയമവിരുദ്ധമാണെന്ന് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭരണഘടനാപരമായ പദവികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ തങ്ങളുടെ വ്യക്തിപരമായോ രാഷ്ട്രീയപരമായോ ഉള്ള താല്പര്യങ്ങൾക്കപ്പുറം വ്യവസ്ഥാപിത നിയമങ്ങളെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വിധി. കേരള മുനിസിപ്പാലിറ്റി നിയമം 1994 കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും വകുപ്പുകളും പരിശോധിക്കുമ്പോൾ ഈ കോടതി വിധിയുടെ നിയമപരമായ അന്തസത്ത നമുക്ക് ബോധ്യപ്പെടും. നിയമപ്രകാരം ഒരു ജനപ്രതിനിധി ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒന്നുകിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ സഗൗരവം എന്നിങ്ങനെ വ്യക്തമായി നിർവചിക്കപ്പെട്ട 2 രീതികൾ മാത്രമേ അവലംബിക്കാൻ പാടുള്ളൂ. ഇതിൽ നിന്നും വ്യതിചലിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വാക്കുകളോ പ്രതീകങ്ങളോ കൂട്ടിച്ചേർക്കുന്നത് നിയമത്തിന്റെ ലംഘനവും ജനാധിപത്യ പ്രക്രിയയുടെ പവിത്രതയ്ക്ക് കോട്ടവും വരുത്തുന്ന ഒന്നാണെന്ന് കോടതി അടിവരയിടുന്നു. ഈ കേസിന്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കൗൺസിലർമാർ തങ്ങളുടെ സത്യപ്രതിജ്ഞാ വാചകങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നാമവും ഒടിയന്നൂർ ദേവി, കാവിലമ്മ, ശ്രീ പത്മനാഭസ്വാമി, ആറ്റുകാലമ്മ, ശബരിമല അയ്യപ്പൻ തുടങ്ങിയ പ്രാദേശിക ദേവതകളുടെ നാമങ്ങളും ഉൾപ്പെടുത്തിയതായി കാണാം. അതിനൊപ്പം തന്നെ ഭാരതാംബയുടെ നാമത്തിലും സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ബലിദാനികളുടെ പേരിലും സത്യപ്രതിജ്ഞ ചെയ്തതായി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഭക്തിയോ രാഷ്ട്രീയ ആദരവോ പ്രകടിപ്പിക്കാൻ മറ്റ് നിരവധി വേദികൾ ലഭ്യമായിരിക്കെ ഔദ്യോഗിക ഭരണഘടനാ ചടങ്ങിനെ അതിനായി ഉപയോഗിച്ചത് ചട്ടവിരുദ്ധമാണെന്ന വാദമാണ് കോടതി ശരിവെച്ചത്. LDF പാർലമെന്ററി പാർട്ടി നേതാവായ SP ദീപക് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ദീർഘമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഈ നിർണായക ഉത്തരവിലേക്ക് എത്തിയത്. രാഷ്ട്രീയമായ ചേരിതിരിവുകൾക്കപ്പുറത്ത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സുതാര്യതയും നിയമപരമായ കൃത്യതയും ജനപ്രതിനിധികൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെ മാത്രമല്ല ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ്. നിയമപരമായ നടപടിക്രമങ്ങളിലെ ഇത്തരം സൂക്ഷ്മമായ വീഴ്ചകൾ പോലും ജനാധിപത്യത്തിന്റെ അടിത്തറയെ ദുർബലപ്പെടുത്തുമെന്ന തിരിച്ചറിവാണ് ഈ നിയമ പോരാട്ടത്തിന് പിന്നിലുള്ളത്. 4 ആഴ്ചയ്ക്കകം ചട്ടപ്രകാരമുള്ള പുനഃസത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കാലയളവിനുള്ളിൽ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള സത്യപ്രതിജ്ഞ വാചകങ്ങൾ ചൊല്ലി അധികാരമേൽക്കാൻ കൗൺസിലർമാർ തയ്യാറാകേണ്ടതുണ്ട്. ഭരണഘടനാപരമായ വ്യവസ്ഥകളെ മാനിക്കുക എന്നത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അനിവാര്യമായ ചുമതലയാണെന്നിരിക്കെ ഈ വിധി അനുസരിക്കുവാനും തങ്ങളുടെ ജനപ്രതിനിധി പദവി നിയമപരമായി നിലനിർത്തുവാനും BJP കൗൺസിലർമാർക്ക് ഈ പുനഃസത്യപ്രതിജ്ഞ അത്യന്താപേക്ഷിതമായി മാറുന്നു. ഭരണപരമായ തലത്തിൽ ഈ വിധി തിരുവനന്തപുരം നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ടതോടെ ഈ 4 ആഴ്ച കാലയളവിലോ അല്ലെങ്കിൽ അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരെയോ കൗൺസിൽ യോഗങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിലും വോട്ട് ചെയ്യുന്നതിലും ഇവർക്ക് നിയമപരമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ഇത് തലസ്ഥാന നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയും തദ്ദേശീയമായ ഭരണ നടപടികളെയും താൽക്കാലികമായി ബന്ധിപ്പിച്ചേക്കാം. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സുഗമമായി നടക്കണമെങ്കിൽ ജനപ്രതിനിധികളുടെ പൂർണ്ണമായ നിയമസാധുത അത്യാവശ്യമാണ്. കുടിവെള്ള വിതരണം, മാലിന്യ സംസ്കരണം, റോഡ് വികസനം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ജനങ്ങൾ ആശ്രയിക്കുന്ന കൗൺസിലർമാർക്ക് നിയമപരമായ പദവി നഷ്ടപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ് നേരിട്ട് ബാധിക്കുന്നത്. രാഷ്ട്രീയമായ വീറും വാശിയും കാണിക്കുന്നതിനിടയിൽ ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടരുത് എന്ന യാഥാർത്ഥ്യം ഭരണ നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട്. കേവലം ഒരു കക്ഷി രാഷ്ട്രീയ തർക്കമെന്നതിനപ്പുറം ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി അഥവാ സ്ഥാപനപരമായ ഉത്തരവാദിത്വം എന്ന വലിയൊരു പാഠമാണ് ഈ വിധി മുന്നോട്ട് വയ്ക്കുന്നത്.
ജനാധിപത്യത്തിന്റെ കാവലാളുകളായി മാറേണ്ട ജനപ്രതിനിധികൾ തന്നെ നിയമങ്ങൾ കാറ്റിൽ പറത്തുമ്പോൾ കോടതികൾക്ക് ഇടപെടേണ്ടി വരുന്നു എന്നത് നമ്മുടെ വ്യവസ്ഥിതിയുടെ കരുത്തിനെയാണ് കാണിക്കുന്നത്. നിയമത്തിന് മുന്നിൽ രാഷ്ട്രീയ പ്രബലതയ്ക്കോ വ്യക്തിപരമായ വിശ്വാസങ്ങൾക്കോ സ്ഥാനമില്ലെന്നും എല്ലാവരും ഭരണഘടനാ ചട്ടങ്ങൾക്ക് വിധേയരാണെന്നും ഈ വിധി വീണ്ടും വ്യക്തമാക്കുന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ചരിത്രത്തിൽ ഈ വിധി ഒരു നിയമപരമായ വഴിത്തിരിവായി മാറുമെന്നതിൽ സംശയമേ ഇല്ല. ഭാവിയിൽ അധികാരമേൽക്കുന്ന ഏതൊരു ജനപ്രതിനിധിക്കും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവരായാലും ഇത്തരം ചട്ടലംഘനങ്ങൾ നടത്തുന്നതിന് മുൻപ് 100 വട്ടം ചിന്തിക്കാൻ ഈ വിധി ഒരു മുൻ ഉദാഹരണമായി നിലനിൽക്കും. പ്രതീകാത്മിക രാഷ്ട്രീയവും വൈകാരിക പ്രകടനങ്ങളും പാർട്ടി വേദികളിൽ ഒതുക്കേണ്ടതാണെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അതിന് സ്ഥാനമില്ലെന്നും വ്യക്തമാക്കുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കപ്പെടുകയാണ്. മാധ്യമങ്ങളും പൊതുസമൂഹവും ഇത്തരം സുപ്രധാന നിയമ വിഷയങ്ങളെ കേവലം ഒരു രാഷ്ട്രീയ വിജയപരമായി മാത്രം കാണാതെ അതിന്റെ ആഴത്തിലുള്ള ഭരണഘടനാപരമായ സ്വാധീനത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചാനൽ ചർച്ചകളിലെ ബഹളങ്ങൾക്കപ്പുറം നമ്മുടെ നിയമ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണെന്നും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകർ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംസ്കാരം സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കൂ. ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പിന്നിലുള്ള ഭരണപരമായ വീഴ്ചകളും രാഷ്ട്രീയ അശ്രദ്ധയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലുള്ള അതീവ ഗൗരവമുള്ള ഒരു പ്രക്രിയ നടക്കുമ്പോൾ അത് കൃത്യമായ നിയമ പരിധിക്കുള്ളിലാണെന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും ഒരേപോലെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇത്തരം സാങ്കേതികമായ വീഴ്ചകൾ ഒഴിവാക്കപ്പെട്ടിരുന്നെങ്കിൽ നഗരസഭയുടെ വിലപ്പെട്ട സമയവും പൊതുജനങ്ങളുടെ നികുതി പണവും ഇത്തരത്തിലുള്ള നിയമ നടപടികൾക്കായി വിനിയോഗിക്കേണ്ടി വരുമായിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ അണികളെയും ജനപ്രതിനിധികളെയും ഭരണഘടനാ ചട്ടങ്ങളെയും നിയമങ്ങളെയും കുറിച്ച് കൃത്യമായി ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നു. ജനാധിപത്യത്തിൽ ജനവിധി എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് ആ ജനവിധിക്ക് ശേഷം നിയമവിധേയമായി ഭരണം നടത്തുക എന്നതും. ഭരണ പ്രകൃതിക്ക് മുൻഗണന നൽകുമ്പോൾ നിയമപരമായ അസ്ഥിരതകൾ ഉണ്ടാകുമെന്ന തിരിച്ചറിവ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാകണം. ഈ നിർണായക വിധിന്യായത്തിന് ശേഷം തിരുവനന്തപുരം നഗരസഭയിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതാണ്. 4 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ നിയമം അനുശാസിക്കുന്ന കൃത്യമായ വാചകങ്ങൾ ഉപയോഗിച്ച് ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാക്കാൻ കൗൺസിലർമാർ തയ്യാറാകുമോ, അതും വീണ്ടും രാഷ്ട്രീയമായ മറ്റ് വ്യാഖ്യാനങ്ങൾക്ക് മുതിരുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. ഈ വിഷയം കേരള രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന മറ്റു ചർച്ചകൾക്കും വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും സുതാര്യമായ നിലനിൽപ്പ് എന്നത് ബോധവാന്മാരായ ഒരു ജനതയുടെ നിരന്തരമായ നിരീക്ഷണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ ഈ പുതിയ സംഭവ വികാസങ്ങളെയും അതിന്റെ നിയമപരമായ ആഘാതങ്ങളെയും കുറിച്ച് ഒരു ഉത്തരവാദിത്വമുള്ള പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്കുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജനാധിപത്യപരമായ സംവാദങ്ങൾ സജീവമായി നിലനിർത്താൻ ഈ വിശകലനം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പങ്കുവയ്ക്കുക.